ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് പെരി ചിക്കൻ അൽഫാം. അതിൻ്റെ കൂടെ കുബൂസ്, മയോണൈസ്, ഫ്രഞ്ച് ഫ്രൈസ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കമൻറ്റ് ഇടണം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇതിന് വേണ്ടി വറ്റൽമുളക്, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, മുളക് പൊടി, തൈര്, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീര്, സൺഫ്ലവർ ഓയിൽ. അതിനെല്ലാം നമുക്ക് അരച്ചെടുത്ത് വരാം. അരച്ച പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പിന്നെ അതിൽ കുറച്ച് വെള്ളം, ഇത് ഞാൻ പറയാൻ മറന്നതാണ്. നമ്മൾ വറ്റൽമുളക് ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കണം. ആവശ്യത്തിന് കണക്കായിട്ട് ഇങ്ങനെ ഉപ്പിടണം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിന്, പക്ഷെ എന്നാലും ഉപ്പ് കുറവേന്, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു ആവശ്യത്തിന്. അതേപോലെ ഇതിലെ എരിവ് ഇതെല്ലാം നിങ്ങളെ കണക്ക് പോലെയാണ്. ഞാനിപ്പോൾ 10 വറ്റൽമുളകാണ് എടുത്തിട്ടാണ് ആക്കിയത്. അപ്പോൾ അതിൽ നിങ്ങൾ എരിവ് പോലെ ചില ആൾ 5 എടുത്തിട്ട്, നോർമൽ എരിവാണെങ്കിൽ 5 വറ്റൽമുളക് എടുത്ത് ചെയ്താൽ മതി. അതായി നമുക്ക് ചിക്കൻ ഇട്ട് പെരക്കാം. നമ്മളിവിടെ പെരക്കി വെച്ചിരിക്കുകയാണ്. ഇതിലൊരു സ്റ്റീൽ പ്ലേറ്റ് വെക്കുക. സ്മോക്കിങ്ങിനായിട്ട് 2 കരി കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇത് പൂട്ടി വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് തുറക്കുക. അപ്പോൾ ഇതിൽ സ്മോക്കിംഗ് എല്ലാം ആയിട്ടുണ്ടാവും. ഇതൊരു 7 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. പൊത്തി വെച്ചിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം. 7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണിത്. അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയറിൽ വെച്ച് അങ്ങനെ ഇതിലേക്ക് അടുത്ത നമുക്ക് സെറ്റിങ് കൊടുക്കുക. ഇവിടെ ചിക്കൻ്റെ ഇതുണ്ട്, അത് നിൽക്കാൻ. എന്നിട്ട് ഇവിടെയില്ല ഇത് നോക്കിയാൽ അതായിക്കോളും. അപ്പോൾ ഇങ്ങ് വെക്കുമ്പോൾ ഇതിൽ കൂട്ടിയും കുറക്കണ്ട, കൂട്ടുകയെല്ലാം ചെയ്യാം. ഒരു കണക്കിന് നിങ്ങൾക്ക് അറിയായിരിക്കൂലേ, അതേപോലെ വെക്കുക. ചിക്കൻ ഒരു ഭാഗം വെന്തിരിക്കുകയാണ്. ഞാൻ ഭാഗം മറിച്ചിട്ടിട്ട് ഒന്നും കൂടി വെച്ച് കൊടുക്കുക. നമ്മളെ പെരി അൽഫാം ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. മയോണൈസ് ഉണ്ടാക്കുക. വെളുത്തുള്ളി ഇടുക, ഉപ്പിടുക. ഇത് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുത്തില്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കുക. നല്ല ടൈറ്റായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇടുന്ന, മല്ലിയോ പുതിന ചപ്പോ ഇടാം. ചില്ലി ഇട്ടേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കും. നമ്മൾ മയോണൈസ് ആയിരിക്കുകയാണ്. ഞാൻ മയോണൈസ് ആക്കിയ പോലെ നിങ്ങൾ ട്രൈ ചെയ്യുക, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കുകയാണ്. ഒരു ബൗളിലേക്ക് മാറ്റുക. കുറച്ച് ചില്ലി, ചാറ്റ് മസാല, ഉപ്പ് ചെയ്യുക. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിരിക്കുകയാണ്. ഇതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾ ട്രൈ ചെയ്യണം. അതിന് ശേഷം കുറച്ച് മധുരം കഴിക്കുക നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.